ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോയുടെ അവസാനം നൽകിയിട്ടുള്ള 3 ചോദ്യങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യുക. വിജയിയെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഹിരോഷിമ, നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ്? ഉത്തരം ജപ്പാൻ. ഏത് യുദ്ധത്തിലാണ് അമേരിക്ക ഹിരോഷിമയും നാഗസാക്കിയും ആക്രമിച്ചത്? ഉത്തരം രണ്ടാം ലോക മഹായുദ്ധത്തിൽ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലയളവ്? ഉത്തരം 1939 1945. അമേരിക്ക ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത് എന്നാണ്? ഉത്തരം 1945 ആഗസ്റ്റ് 6. അമേരിക്ക നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചത് എന്നാണ്? ഉത്തരം 1945 ആഗസ്റ്റ് 9. ഹിരോഷിമയിൽ വർഷിച്ച ബോംബിന്റെ പേര് എന്തായിരുന്നു? ഉത്തരം ലിറ്റിൽ ബോയ്. നാഗസാക്കിയിൽ വർഷിച്ച ബോംബിന്റെ പേര് എന്തായിരുന്നു? ഉത്തരം ഫാറ്റ്മാൻ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര്? ഉത്തരം എനോള. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര്? ഉത്തരം ബോസ്കർ. ഫാറ്റ്മാൻ ഉപയോഗിച്ച മൂലകം? ഉത്തരം പ്ലൂട്ടോണിയം. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിന്റെ അനുപ്രസരണം ഏറ്റു രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി? ഉത്തരം സഡാക്കോ സക്കി. ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഹിരോഷിമ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരചരിത്രത്തിൽ ആഗസ്റ്റ് 9 പ്രത്യേകത എന്ത്? ഉത്തരം ക്വിറ്റ് ഇന്ത്യാ ദിനം. ലോകസമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏത്? ഉത്തരം ഐക്യരാഷ്ട്ര സംഘടന. 1000 കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം പ്രൊഫസർ എസ് ശിവദാസ്. ഇനി ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം. ഉത്തരങ്ങൾ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ലിറ്റിൽ ബോയിയിൽ ഉപയോഗിച്ച മൂലകം? അടുത്ത ചോദ്യം, രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചത് ഏത് സമയത്താണ്? അവസാനത്തെ ചോദ്യം, അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി?